ഓസ്ട്രേലിയയിൽ നടന്നുവരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ മുതിർന്ന താരത്തെ ഉൾപ്പെടുത്തണമെന്ന് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ട്. എന്നാൽ ദേശീയ സെലക്ടർമാർ ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വെളിപ്പെടുത്തി. മുതിർന്ന താരങ്ങളായ ചേതേശ്വർ പുജാരയെയും അജിങ്ക്യ രഹാനെയെയും ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഗൗതം ഗംഭീർ പുജാരയെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി നിരാകരിച്ചു. 103 ടെസ്റ്റ് മത്സരങ്ങളിലെ പരിചയ സമ്പത്തുണ്ട് പുജാരയ്ക്ക്. ഓസീസിൽ 2018, 19, 2020, 21 ടെസ്റ്റ് പരമ്പരകളിൽ ഇന്ത്യയുടെ വിജയങ്ങളിൽ മികച്ച സംഭാവന നൽകിയിരുന്നു. 2018, 19 BGTയിൽ 521 റൺസ് നേടിയ അദ്ദേഹം അടുത്ത പര്യടനത്തിൽ 271 റൺസ് നേടി. പുജാരയ്ക്ക് 2022 തുടക്കത്തിലും പിന്നീട് 2023 ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥാനം നഷ്ടപ്പെടുന്നത്. പുജാരയെ തിരിച്ചു വിളിക്കേണ്ടതില്ലെന്ന് സെലക്ടർമാർ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം പരമ്പരയിൽ കമന്ററി ചെയ്യുകയാണ്. അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 4 ടെസ്റ്റുകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ 2-1 പിന്നിലാണ്. സിഡ്നിയിൽ നടക്കുന്ന അവസാന ടെസ്റ്റിൽ വിജയിച്ച് പരമ്പര സമനിലയാക്കുകയാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ള മാർഗം. പരമ്പരയിൽ ഇന്ത്യയുടെ മധ്യനിര ബാറ്റിംഗ് പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. ഹെഡ് കോച്ചായി ഗംഭീർ ചുമതലയേറ്റ ശേഷം ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായത്. രാഹുൽ ദ്രാവിഡ് കോച്ചായി 2024 T20 ലോകകപ്പ് നേടിയതിന് പിന്നാലെയാണ് ഗംഭീറിന്റെ സ്ഥാനാരോഹണം. ശ്രീലങ്കയോട് ഏകദിന പരമ്പരയിലും ന്യൂസിലൻഡിനോട് ടെസ്റ്റ് പരമ്പരയിലും നാണം കെട്ടു. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഗൗതം ഗംഭീർ പരിശീലിപ്പിച്ച ടീം വിജയത്തോടെയാണ് തുടങ്ങിയത്. ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയിൽ പെർത്തിൽ മികച്ച വിജയം നേടിയെങ്കിലും മികവ് ആവർത്തിക്കാനായില്ല. അഡ്ലെയ്ഡിൽ 2ാം ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ ഗാബയിൽ നടന്ന 3ാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു. 4ാം ടെസ്റ്റിന്റെ അവസാന സെഷനിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയാണ് ഓസ്ട്രേലിയ 2-1 മുന്നിലെത്തിയത്. 4ാം ടെസ്റ്റിൽ 2ാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് അവസാന ദിനം മുഴുവൻ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയാണ് തോൽവി വഴങ്ങിയത്. ഒരു ഇന്നിംഗ്സിൽ 200 റൺസ് പോലും തികയ്ക്കാതെ പുറത്താവുന്നത് ആവർത്തിക്കുന്നത്. ഈ സമയത്താണ് മധ്യനിരയിൽ പരിചയസമ്പന്നനായ ബാറ്ററെ വേണമെന്ന ഗംഭീറിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടതായിരുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തുവന്നത്. അതേസമയം പരമ്പരയിൽ 3ാം നമ്പറിൽ ഇന്ത്യ 3 ബാറ്റർമാരെയാണ് പരീക്ഷിച്ചത്. പെർത്തിൽ ദേവദത്ത് പടിക്കൽ കളത്തിലിറങ്ങി. പെരുവിരലിന് പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരമായിരുന്നു ഇത്. 2-3 ടെസ്റ്റുകളിൽ ഗിൽ തിരിച്ചെത്തി. 4ാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഓപ്പണർ സ്ഥാനത്ത് തിരിച്ചെത്തിയതോടെ KL രാഹുൽ 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യുകയും ശുഭ്മാൻ ഗിൽ പുറത്താവുകയും ചെയ്തു. ബാറ്റിംഗിലെ മധ്യനിരയുടെ പരാജയങ്ങളും ഇന്ത്യക്ക് പരമ്പരയിൽ തിരിച്ചടിയായി.